കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2 ബാംഗ്ലൂരിലെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ എയർപോർട്ടുകളിലൊന്നാണ്. പച്ചപ്പ് നിറഞ്ഞ ഭിത്തികളും ഇൻഡോർ ഗാർഡനും ലാൻഡ്സ്കേപ്ഡ് ആയിട്ടുള്ള ഔട്ട്ഡോർ ഗാർഡനും ഒക്കെ കണ്ട് ആസ്വദിച്ച് പാസഞ്ചേഴ്സിന് റിലാക്സ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്ത് പോവാം. പിന്നെ ഗാർഡൻ സിറ്റി എന്ന വിളിപ്പേര് വളരെ വളരെ അന്വർത്ഥമാക്കുന്നതാണ് ഇവിടുത്തെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗാർഡൻ സെറ്റപ്പുകളൊക്കെ. വളരെ മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ഗാർഡൻ ഈ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഷാൻലിയർ ലൈറ്റ്സിനെ തോൽപ്പിക്കുന്ന രീതിയിൽ പല കളറിലും പല ഷേപ്പിലും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ വെർട്ടിക്കൽ ഗാർഡൻ ആരെയും അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ മനോഹരമായിട്ട് തന്നെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ആ ലൈറ്റപ്പും എല്ലാം നന്നായിട്ടുണ്ട്. ഇനി അതിനടുത്തായിട്ട് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും പല കളറിലുള്ള ചെടികളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എത്ര ഹൈറ്റിലാണ് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അതിനടുത്തായിട്ട് തന്നെ ഒരു മ്യൂസിയം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കർണാടകത്തിൻ്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ വിളിച്ചോതുന്ന ഇൻസ്റ്റലേഷൻസ് ത്രൂ ഔട്ട് ദ എയർപോർട്ടിലുണ്ട്. പിന്നെ ഓൺ ഡിമാൻഡ് ഒരു ഡിജിറ്റൽ മ്യൂസിയം കൂടെ അവർക്കുണ്ടെന്നാണ് പറയുന്നത്. അത് ഞാൻ കണ്ടില്ല. അതായത് നമുക്കതിൽ സ്ക്രീനിൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. പിന്നെ ഇനി അടുത്തതായിട്ട് എന്ത് പൊക്കത്തിലാണ് ഈ മരങ്ങളൊക്കെ നട്ടിരിക്കുന്നത് നോക്കി. വലിയ പൊക്കത്തിലുള്ള മരങ്ങളൊക്കെയാണ് അവിടെ വളർന്നു വന്നിരിക്കുന്നത് ഈ ഇൻഡോർ ഗാർഡനായിട്ട്. അതിനോടടുത്ത് തന്നെ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ചെടികളും ഒക്കെ ഉണ്ട്. ഇനി അതിനോട് ചേർന്ന് തന്നെ മനോഹരമായൊരു വെള്ളച്ചാട്ടവും കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് നിന്ന് എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനും കൂടെ ഒരു വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ എയർപോർട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണേ, ചാനലിൽ പോയി കാണണേ.